8 വർഷം മുമ്പ് നടന്ന ഒരു ക്രൂരമായ അക്രമം. അതിൻ്റെ ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട ചലനങ്ങൾ പൊതുസമൂഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വിധിന്യായമാണ് ഇന്ന് പുറത്തു വന്നത്. ഈ വിധിന്യായത്തെ പരിശോധിച്ചാൽ പൂർണ്ണമായും എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു വിധിന്യായമല്ല. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരുണ്ട്, നിരാശ പ്രകടിപ്പിക്കുന്നവരുണ്ട്, സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 1 മുതൽ 6 വരെയുള്ള കുറ്റവാളികൾ പൂർണ്ണമായും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുവെന്നും അവർക്കുള്ള ശിക്ഷ പൂർണ്ണമായ അർത്ഥത്തിൽ അടുത്ത 12-ാം തീയതി വിധി വരാനിരിക്കുകയാണ്. എന്തായാലും ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള ഒരു വിധിന്യായത്തിലാണ് എല്ലാവരും അവരുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. 12-ാം തീയതി വരെ പൂർണ്ണമായും വിധിപ്പകർപ്പ് പൂർണ്ണമായും പുറത്തു വരുന്നവരെ മാത്രമേ നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ ഇതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന കുറ്റത്തിൽ ദിലീപിനെ ഒഴിവാക്കിയതെന്നുള്ള കാര്യം പുറത്തു വരികയുള്ളൂ. ഇതിനനുസരിച്ചായിരിക്കും അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. സർക്കാർ ഉൾപ്പെടെയുള്ളവർ, പ്രോസിക്യൂഷൻ തന്നെ മേൽക്കോടതികളുണ്ടല്ലോ, മേൽക്കോടതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ ബി സന്ധ്യ ഇത് അവസാന വിധിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിജീവിതയും പോരാട്ടം തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിജീവിതയുടെ ഭാഗത്തു നിന്ന് ഒരു നിരാശയാണ് പ്രകടമായിരിക്കുന്നത്. അവരുമായി ഒത്തുചേർന്ന WCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ഇത്തരമൊരു വിധി വന്നതിലൊരു ഞെട്ടൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദിലീപുമായി ചേർന്നവർ ദിലീപ് കുറ്റവിമുക്തനാക്കിയ ആ സമയത്ത് തന്നെ ദിലീപിനെ തിരിച്ച് പഴയ ദിലീപിലേക്ക് എത്തിക്കാനുള്ള രീതിയിലേക്ക് അത് വിതരണക്കാരുടെ ആണെങ്കിലും നിർമ്മാതാക്കളുടെ ആണെങ്കിലും താരസംഘടനയാണെങ്കിലും ഒക്കെ തന്നെ സ്വാഗതം ചെയ്യുന്നൊരു സമീപനമാണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത്. അവർ വിധിയെ പൂർണ്ണമായും സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഉൾക്കൊള്ളുന്നു എന്നൊരു കാര്യം പറയുമ്പോൾ ദിലീപിനെ തങ്ങൾ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് സജ്ജരായി എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ അതിജീവിതയ്ക്കൊപ്പം നിന്നവർ വിധി പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമായി നീതി കിട്ടിയിട്ടില്ല എന്നൊരു നിലപാടിലാണുള്ളത്. കാരണം ഈ ഗൂഢാലോചന കുറ്റം പൂർണ്ണമായും തെളിയിക്കാനാവാത്ത ഒരു സാഹചര്യത്തിൽ ദിലീപിനെ കുറ്റമുക്തനാക്കേണ്ട ഒരു വിധിന്യായമാണ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായും നമുക്കറിയാം. കാരണം 120B പോലുള്ള ഒരു വകുപ്പ് ചേർക്കുമ്പോൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയായ, ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കാളിയായ പൾസർ സുനിയും മാർട്ടിനും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടാനുള്ള തീരുമാനം കോടതി എടുത്തു കഴിഞ്ഞു. പക്ഷേ അവരെ അതിൻ്റെ ഗൂഢാലോചന കുറ്റത്തിൻ്റെ സൂത്രധാരൻ എന്നുള്ള നിലയിലേക്ക് ദിലീപിനെ കാണാൻ കഴിയുന്ന തെളിവുകൾ പ്രോസിക്യൂഷനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ ഇവിടെ പണി അവസാനിപ്പിക്കുന്നില്ല. പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകളുമായി മേൽക്കോടതിയിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ 8 വർഷത്തിന് മേൽ, ഏതാണ്ട് 9 വർഷത്തിനടുത്തായി ഈ കോടതി സസൂക്ഷ്മം ഈ വിധി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിലവിൽ ദിലീപിനെ ആശ്വസിക്കാനുള്ള വകുപ്പ് ഉണ്ട്. ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകടമാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യരുടെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ വന്ന തന്റെ കരിയർ നശിപ്പിക്കാനും ജീവിതം നശിപ്പിക്കാനും എടുത്തൊരു തീരുമാനമായി അദ്ദേഹം ആദ്യ പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമാ ലോകത്ത് കൂടുതൽ സജീവമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ദിലീപിന് കിട്ടിയിട്ടുണ്ട്. ദിലീപിൻ്റെ ആരാധക വൃന്ദവും ആ സന്തോഷം തന്നെയാണ് പങ്കിടുന്നത്. പക്ഷേ ഈ ഒരു നിയമയുദ്ധം അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. കാരണം ഹൈക്കോടതിയിലേക്ക് എല്ലാവരും തന്നെ, അതായത് ദിലീപോ അതിജീവിതയോ മാത്രമല്ല ഈ കോടതി വിധിയിൽ മറ്റ് ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങുന്നത്, അതായത് 1 മുതൽ 6 വരെയുള്ളവർ വിവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള തടവും ശിക്ഷയും ഏറ്റുവാങ്ങുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവരും കോടതിയിലേക്ക് മുന്നോട്ട് നിയമ പോരാട്ടവുമായി നീങ്ങുകയാണ്. എന്തായാലും 6 പ്രതികൾ ഇപ്പോൾ ജയിലിലായി കഴിഞ്ഞു. അവർ റിമാൻഡിലാണ്. ദിലീപിന് തൽക്കാലം ആശ്വസിക്കാം. പക്ഷേ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ പി രാജീവ് ഉൾപ്പെടെ നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്ന അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ നിയമപോരാട്ടം തുടരും എന്നാണ്. പല ആളുകളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നിയമ പോരാട്ടം അതിജീവിതയ്ക്ക് കാഴ്ചവെക്കാമായിരുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പൂർണ്ണമായും സർക്കാരിനെ മാത്രം ആത്മവിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഒരു പാകപ്പിഴയാണ് ഈ രീതിയിൽ വിധി വന്നതെന്നൊക്കെ അവർ വിധിയെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ കോടതിയെ നമുക്ക് പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു കോടതി എപ്പോഴും വിധി പറയുക. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. മറ്റ് നറേറ്റീവുകൾ, പ്രത്യേകിച്ച് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ 8 വർഷമായി ഓരോ ദിവസവും ഉണ്ടാകുന്ന ചലനങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ വളരെ ആഘോഷപൂർവ്വവും റിപ്പോർട്ട് ചെയ്യുകയും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സമ്മർദ്ദം കോടതിയുടെ മുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കോടതി ആ സമ്മർദ്ദത്തെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിധി പുറപ്പെടുവിച്ചത് നമുക്ക് കാണാൻ കഴിയും. കാരണം പൂർണ്ണമായും തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിധി പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ വിധി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കേസിൻ്റെ ആ നാൾ വഴി ഇവിടെ അവസാനിക്കുകയല്ല, ഒരു ഘട്ടം മാത്രമാണ് ഈ ഘട്ടത്തിൽ പിന്നിടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും.
പക്ഷേ ഇനിയുള്ള സമയങ്ങളിലും ഈ ജഡ്ജി കണ്ട പോലെ തന്നെയാണോ ഇനിയുള്ള മേൽക്കോടതികളിലെയും ന്യായാധിപന്മാർ ഈ കേസിനെ കാണുന്നതെന്നറിയില്ല. പക്ഷേ എത്രത്തോളം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യഘട്ടത്തിൽ കേസിൽ ദിലീപ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം ആദ്യഘട്ടത്തിൽ ദിലീപ് കേസിൽ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടിരുന്നില്ല. അനുബന്ധ കുറ്റപത്രത്തിൽ 4 മാസം കഴിയുമ്പോഴാണ് ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനോട് അടുപ്പമുള്ളവർ പറയുന്നത് ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു കുറ്റപത്രം ഉണ്ടാക്കി ഇതിനെ പ്രതിയാക്കപ്പെടുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും പിന്നീട് ഈ കേസ് വീണ്ടും വഴിമാറി സഞ്ചരിച്ചപ്പോൾ 2021 ബാലേന്ദ്രകുമാർ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ബാലേന്ദ്രകുമാറിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലും ബാലേന്ദ്രകുമാർ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും തുടരന്വേഷണം നൽകുന്നു. അങ്ങനെ കേസ് വീണ്ടും നീണ്ടു പോകുന്നു. അങ്ങനെ ദിലീപിനോട് ഒപ്പമുള്ളവരും ഈ കേസ് ഉടനടി തീർക്കണമെന്നുള്ള ആവശ്യം ഉള്ളപ്പോൾ ഇത് കേസ് നീട്ടിക്കൊണ്ടുപോയത് ഇപ്പുറത്ത് നിന്ന ചില സ്ഥാപിത താല്പര്യക്കാരാണെന്ന് പറയുന്നു. എന്തായാലും നിയമപോരാട്ടം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ദിലീപിനെ ആശ്വസിക്കാം, അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ തീർച്ചയായും നിയമപോരാട്ടം തുടരുക തന്നെ ചെയ്യും.